ശലോം സഹോദരങ്ങളെ, ശബാത്ത് ശലോം. ശബത്ത് ആചരിക്കുന്ന എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു. നമുക്കറിയാലേ, ശരിക്കും ശബത്ത് ബൈബിളിൽ പുറപ്പാട് 20 പറഞ്ഞിരിക്കുന്ന നമ്മുടെ 4ാം കൽപ്പനയായ ശരിക്കും ശബത്ത് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണല്ലേ. അത് നമുക്കൊക്കെ അറിയാം. പക്ഷേ സത്യം അങ്ങനെ ആയിരിക്കുമ്പോൾ, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റിച്ച് സഭ പഠിപ്പിക്കുന്നു. പക്ഷെ അത്ഭുതം അതല്ല, പുറപ്പാട് 20 10 കൽപ്പനയല്ല സഭ പഠിപ്പിക്കുന്ന 10 കൽപ്പന എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒന്ന് ചോദിക്കാൻ പോലും നട്ടിലില്ലാത്തവരാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ. ഈ അപകടം മണത്തറിഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവർ സഭയിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഞങ്ങൾ സാത്താൻ്റെ ആളുകളായിട്ട് മാറി. സത്യക്രിസ്ത്യാനികൾക്ക് വലുത് സഭയാണ്. ദൈവത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. അത്ര കണ്ട് വ്യാജം പഠിപ്പിച്ചു വെച്ചേക്കാം, ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ സഭാധികാരികൾ ജനങ്ങൾ കണ്ണുമടച്ച് അവരെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. ഈ ബൈബിള് സ്വന്തം കയ്യിലിരിക്കെ അതൊന്ന് എടുത്ത് നോക്കുവാനോ പറഞ്ഞത് സത്യമാണോ, അതിൽ പറയുന്ന ദൈവത്തെ ഒന്ന് അറിയാൻ ശ്രമിക്കാനോ ഇന്ന് ആരുമില്ല. സഭ പഠിപ്പിക്കുന്ന എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയോ, സഭ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ദൈവം ബൈബിളിലെ ദൈവത്തെ അല്ല. ബൈബിൾ ദൈവമാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തെ മുൻനിർത്തി മറ്റൊരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എ ന്യൂ ഗോഡ്. പല വിഗ്രഹത്തിലും മാറി മാറി വന്നിരിക്കാനും ഏത് പേരിട്ട് വിളിച്ചാലും വിളി കേൾക്കാനും, എന്താ പറയുക, പറയുമ്പോൾ ദശാംശം കൊടുക്കുന്നതനുസരിച്ച് അനുഗ്രഹം കൊടുക്കാനും, പള്ളിയുടെ വലിപ്പം അനുസരിച്ച് കാരുണ്യം വിപുലമാക്കാനും കഴിയുന്ന ഒരു എ ന്യൂ ഗോഡ്, ഒരു പുതിയ ദൈവം. ഗോഡ് എന്ന പേര് തന്നെ നിങ്ങൾക്കറിയാലോ അല്ലേ. ഗോഡ് എന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ദേവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഈ ന്യൂ ഗോഡിന് ഏത് ദിവസം പെരുന്നാൾ വെച്ചാലും അവൻ ഹാപ്പിയുമാണ്. ഇത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ദൈവത്തെ എവിടെ നിന്ന് കിട്ടും നമുക്ക്? ഒരു ചകിടത്തടിച്ചാൽ മറുചകിട് കാണിച്ചു കൊടുക്കും അല്ലേ. എല്ലാം ക്ഷമിക്കും, ശത്രുവിനെയും സാത്താനെ പോലും സ്നേഹിക്കും. ഇനിയുണ്ട് ഒരുപാട് വിശേഷണങ്ങൾ. ഈ ഗോഡിന് ജാതിയില്ല, മതമില്ല. ഒരു കല്ലായാൽ പോലും അതിൽ കയറിയിരുന്ന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ഇനി ഞാൻ ഈ ഗോഡിൻ്റെ യഥാർത്ഥ പേരൊന്ന് പറയാം. അതായത് ലൂസിഫർ. വെട്ടേറ്റ് മധ്യാകാശത്ത് കിടക്കുന്ന, അവിടെ കിടന്ന് ഈ ലോകം ഭരിക്കുന്ന ലോകത്തിൻ്റെ അധികാരിയായ തനി സാത്താൻ. അവൻ്റെ ദിവസമായ സൺഡേ എടുത്ത് തന്ത്രപൂർവം ശബാത്താക്കി മാറ്റി, എന്താ പറയുക, ഇന്ന് ശനിയാഴ്ച ശബത്ത് ആചരിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ദൈവത്തിൻ്റെ 4ാം കൽപ്പന പാലിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തവരെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഒരെണ്ണം 1000 ഫലം ചെയ്യും. അത് ദൈവത്തിന് അറിയാം. കാരണം സഭ സാത്താൻ്റെ മക്കളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുമ്പോൾ, സാത്താൻ്റെ അടിമകളെ എന്ന് വേണം പറയാൻ, മക്കളെയല്ല, അടിമകളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുമ്പോൾ സഭയിലൂടെ കേട്ടോ, സാത്താനെതിരെ ചാട്ടവാറെടുക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രതികരണ ശേഷിയും നമുക്ക് തന്നെ. കാരണം അവർക്ക് അതൊട്ടുമില്ല, അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കാം. അപ്പം അതിനാൽ തന്നെ അവസാനം നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ ഫലം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? സാത്താൻ്റെ അടിമകൾ സാത്താൻ പഠിപ്പിച്ചു കൊടുത്ത പോലെ തന്നെ ഒരു ചകിട് കാണിക്കുമ്പോൾ മറുചകിട്. സഭയിലുള്ള സാത്താൻ കേട്ടോ, തല്ലാഹുവിൻ്റെ സാത്താൻ്റെ കൂട്ടരുടെ കാര്യമല്ല പറഞ്ഞത്, ഈ സാത്താൻ, ഈ ഗോഡ്. അപ്പോൾ അവർ പ്രതികരണശേഷിയില്ലാത്ത അവരുടെ പക്ഷം നിൽക്കുന്നവരായിരിക്കും തോൽക്കുക. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ പടയിൽ ചേരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശബാത്ത് അടയാളമായി എടുത്തിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ശബാത്ത് ശലോം.
ഇന്ന് ഞാൻ അന്തിക്രിസ്തു എന്ന് നിങ്ങൾ വിളിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പല വീഡിയോകളിലൂടെ ഞാൻ അത് ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സഹോദര സ്നേഹം തുളുമ്പുന്ന ക്രിസ്ത്യാനിക്ക് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ദഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ ഇപ്രാവശ്യം UDF വീണ്ടും ജയിച്ചത്. UDF ജയിച്ചത്. മുമ്പ് LDF ആയിരുന്നല്ലോ. രണ്ടും കണക്ക് തന്നെയാണ്. അപ്പോൾ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ UDF, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ആൻറ്റി ക്രൈസ്റ്റും UDFും തമ്മിലൊക്കെ എന്താണ് ബന്ധം, അതൊക്കെയാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അയ്യോ UDFും എന്തിട്ടാണ് ആൻറ്റി ക്രൈസ്റ്റായിട്ട് ബന്ധം, അങ്ങനെയല്ല. അതായത് രാഷ്ട്രീയം എങ്ങനെയാണ്, ആത്മീയതയിൽ രാഷ്ട്രീയം പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പിന്നെ UDF അത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ലേ, അതിന് എന്തിട്ടാണ് ഇപ്പോൾ പ്രശ്നം, ഇതൊക്കെ നിങ്ങളുടെ ചിന്തയിലൂടെ ഇപ്പോൾ പോകുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം. ബന്ധങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ അതിനു മുമ്പ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അന്തിക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന്. ഇതിന് വ്യക്തമായ ക്ലൂകൾ ബൈബിളിൽ പല സ്ഥലത്തും കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് 2 തെസ്സലോനിക്കർ 2:3 യഹോശുവ മിശിഹായുടെ പ്രത്യക്ഷതയ്ക്ക് തൊട്ട് മുൻപായി സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിൽ 4-ാം വാക്യം, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ട് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പം നാശയോഗ്യൻ എന്ന് വിളിക്കുന്നത് സാത്താനെയാണ് ബൈബിളിൽ, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഇന്ന് എന്താ നടക്കുന്നത്. സാത്താൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കയറിയിരുന്ന് കൂകി വിളിച്ചുകൊണ്ട് ദൈവമെന്ന് നടിക്കുന്നു. അതാണ് നടക്കുന്നത്. അത് സംഭവിച്ചേക്കുന്നത് എവിടെയാണ്? ജെറുസലേം ദേവാലയത്തിലാണല്ലേ, ജെറുസലേമിലാണ്. അപ്പം ഇന്ന് സാത്താൻ അവിടെ കയറിയിരുന്ന് അവനാണ് ദൈവം, ലാഹിലാഹായി എന്ന് പറഞ്ഞിട്ട് അത് ഇതുണ്ടല്ലോ കലീമ, അപ്പം അതൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തള്ളാഹു കുക്കുംബർന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ കുത്തിരുന്ന് ഈ വചനത്തിൻ്റെ നിവൃത്തിക്കായിട്ട് അവനവിടെ കൂകി വിളിക്കണം, അവനാണ് ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതായത് സോളമൻ പണിത ദേവാലയം 2-ാം പ്രാവശ്യവും തകർത്തു കളഞ്ഞു, നമുക്കറിയാം. അപ്പോൾ അവിടെ 2 മോസ്കുകൾ ഉണ്ടല്ലേ. ഒന്ന് അലക്സ മോസ്ക് ഉണ്ട്, ഡോം ഓഫ് ദി റോക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പല ചിത്രത്തിലൂടെ ആയാലും ഒക്കെ. അപ്പം അതൊക്കെ പണിത് തള്ളാഹു കുക്കുംബർ എന്ന് വിളിച്ച് അലറി ഇരിക്കുകയാണ് ഈ സാത്താൻ ഇന്ന്. അവൻ ദൈവത്തെ വിരോധിക്കുന്നവനും ദൈവമായി തന്നെ ഉയർത്തുന്നവനുമാണ്. ഈ വചനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഈ വചനമാണ് ഇന്ന് അവിടെ നമുക്ക് അന്വർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വഞ്ചകനും അന്തിക്രിസ്തുവും അവൻ തന്നെ. ആര്? തള്ളാഹു. ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഈ തള്ളാഹു എന്ന്. ശരിക്കുള്ള പേര് നമുക്കറിയാലോ, അള്ളാഹു എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് പറഞ്ഞു തരാം ഞാൻ. അതായത് നമ്മുടെ യേശുവായുടെ പേര് പല ഭാഷയിലും പലതാണ്. ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് അല്ലേ, നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലേ. ജീസസ്, യേശു ക്രിസ്തു, അങ്ങനെ പല പല പേര്. ശരിക്കുള്ള പേര് യേശുവ എന്നായിരുന്നു നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ആണ് എങ്കിലും ഈ സാത്താനായ ഇവൻ്റെ പേര് അല്ലാഹ് എന്ന് തന്നെയാണ് ഏതു ഭാഷയിലായാലും. അപ്പോൾ ആ പേരിൽ എന്ത് രഹസ്യം ഇരിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് വെളിപാട് 13:18 എഴുതിയിട്ടുണ്ട് സാത്താൻ ഒരു മൃഗമാണ് എന്ന്. ആ മൃഗത്തിൻ്റെ സംഖ്യ മനുഷ്യൻ്റെ സംഖ്യയായ 666 എന്ന് അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ്, അക്ഷരത്തിൽ. അപ്പോൾ എന്നിട്ട് അവിടെ എഴുതിയേക്കാണ് ബുദ്ധിയുള്ളവർ കണ്ടുപിടിക്കട്ടെ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നതും ബാക്കി എല്ലാവർക്കും സാധാരണ പോലെ തോന്നുന്നതുമായതായിരിക്കും ആ പേര് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അവസാന കാലത്ത് സാത്താനെ തിരിച്ചറിയാനായിട്ട് ദൈവം തന്ന ഒരു ക്ലൂ ആണിത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഈ പേരിൽ ഇരിക്കുന്ന രഹസ്യമെന്ന്. ബൈബിൾ ആദ്യമായിട്ട് എഴുതിയത് നമുക്കറിയാം ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമാണല്ലേ.
അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഗ്രീക്കിൽ നിങ്ങൾ അക്ഷരത്തിൽ 666 എന്ന് എഴുതിയിട്ട് അതും അറബിയിൽ അല്ലാഹ് എന്ന് എഴുതിയിട്ട് അതും കൂടെ നിങ്ങൾ ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അത് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സംശയമുള്ളവർക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ബൈബിൾ ആദ്യം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ അക്ഷരത്തിൽ 666 എന്നത് അല്ലാഹ് എന്നാണ്. അതായത് മൃഗത്തിന് തുല്യമായ സാത്താൻ്റെ പേര് ബൈബിളിൽ എഴുതിയേക്കുന്ന 666 അത് തന്നെയാണ് അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ നോക്കിക്കോ. ഇനി നമുക്ക് മത്തായി 24-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ലോകാവസാനത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശുവ പറയാണ്, സാത്താൻ ദൈവനാമത്തിൽ വന്ന് ഞാനാണ് ദൈവം എന്ന് പറയും അവസാനമായിരിക്കുമ്പോൾ. അങ്ങനെയാണ് പറയണേ യേശുവ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു ചതിയാണ് സംഭവിച്ചത്. അതായത് അവൻ്റെ പേര് അക്ഷരത്തിൽ മൃഗത്തിൻ്റെ സംഖ്യയാണ് എങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവനെ സൂചിപ്പിക്കാനായിട്ട് അറബിയിൽ ഒരു അക്കം ഉപയോഗിക്കും, 786. അത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അത് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ അക്കത്തിനൊരു പ്രത്യേകതയുണ്ട്, 786. ഹീബ്രു ഭാഷയിൽ ദൈവത്തെ സൂചിപ്പിക്കുന്നത് ഈ ഒരക്കം കൊണ്ടാണ്. മനസ്സിലായോ? അതായത് 786 ഹീബ്രുവിൽ ഈ അക്കം ദൈവത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ അക്കത്തെ അറബിയിൽ അക്ഷരത്തിൽ എഴുതിയാൽ ബിസ്മില്ലാഹ് എന്നാണ് വരിക. ബിസ്മില്ലാഹിൻ്റെ അർത്ഥം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ്. അതായത് അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചതി മനസ്സിലായോ? സാത്താൻ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ പേരിൽ വന്നു എന്ന് പറഞ്ഞത് അന്വർത്ഥമായില്ലേ? ഇപ്പം നിങ്ങൾക്ക് സാത്താൻ ആരാണെന്നും അവൻ്റെ അടിമകൾ ആരാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കാര്യത്തിലോട്ട് വരാം. അതായത് ലോകം സാത്താൻ കീഴടക്കാൻ പോകുന്നത് 2 കൂട്ടരിലൂടെയാണ് അല്ലേ? ഞാൻ പലവട്ടം പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇലുമിനാലിറ്റീസ്, 2 ദുഷ്ടാത്മ സേനകൾ. അപ്പം ഇതിൽ പറയുന്നത് ഇലുമിനാലിറ്റീസ് നമുക്കറിയാം, സാത്താൻ സേവകർ. അത് അവരിപ്പോൾ ഓപ്പണായിട്ട് തന്നെ അവർക്ക് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. പണ്ട് ഒളിച്ചത്തിലും എന്തോ രഹസ്യത്തിലും കൊണ്ട് നടന്നിരുന്നവർ ഇന്നത് പരസ്യമായിട്ട് ഞങ്ങൾ ഇലുമിനാലിറ്റീസ് ആണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. പള്ളിയുണ്ട്, അവർക്ക് സഭയുണ്ട്, അവരുടേതായ കൂട്ടായ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു വിഭാഗം. നമ്മുടെ പ്രമുഖർ എല്ലാവരും അതിലെ അംഗങ്ങളുമാണ്, അത് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ദുഷ്ടാത്മ സേനകൾ അവരാണ് ഈ തല്ലാഹുവിൻ്റെ കൂട്ടർ. അതായത് മുസ്ലിം തീവ്രവാദം. ഇലുമിനാലിറ്റീസിന് വേറെ കുറേ 666 ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അതായത് എല്ലാ വഴിയിലൂടെയും വന്ന് അവൻ വട്ടമിട്ട് നമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാലും തലയൊക്കെ കൊണ്ട് നമ്മളെ അങ്ങോട്ട് പിരിച്ച് നെരുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്. ദൈവം അടയാളം ഇട്ട് മാറ്റി വെച്ചവർ. ഏതടയാളം? ശബാത്ത്. ആ അടയാളമാണ് ശബാത്ത്. അപ്പോൾ അവർക്ക് മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇലുമിനാലിറ്റീസിനെ പറ്റി പറഞ്ഞാൽ അവരുടെ കുറേ 666 ഉണ്ട്. നമ്മൾ പറയില്ലേ www.com, വേൾഡ് വൈഡ് വെബ്. അപ്പോൾ അതെങ്ങനെയാണ്? അത് ഹെബ്രായ ഭാഷയിൽ വൗ എന്നാണ് പറയുക. വൗ. അതായത് 666 666 അങ്ങനെ. ഇനി ഉണ്ട് മെറ്റ. അത് നിങ്ങൾക്കറിയാം, മെറ്റയുടെ അർത്ഥം മരണം. അപ്പോൾ അത് ബൈബിളിൽ പറയുന്നത് മരണം എന്ന് അവൻ്റെ പേര് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്. പിന്നെ ക്രോമിൻ്റെ ചിഹ്നം എടുത്ത് നോക്കിയാലും നമുക്ക് അതിൽ 66 എന്നുള്ള 666 കാണാം. പിന്നെ നമ്മൾ കോവിഡ് വാക്സിൻ അല്ലേ കുറേ പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്നതും ഇതുപോലെ തന്നെ 6 ന്യൂട്രോണും 6 പ്രോട്ടോണും 6 ഇലക്ട്രോണൊക്കെയാണ്. അപ്പോൾ അതും ഒരു 666 ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ 666കൾ അവരുടെ വഴിക്ക് പോവുകയാണെങ്കിൽ ഉണ്ട്. അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അതിനെ പറ്റിയല്ല, ഇസ്ലാം തീവ്രവാദത്തെ പറ്റിയാണ്. അതുണ്ടാക്കാൻ പോകുന്ന ഭയാനകത, നമ്മുടെ ഈ അന്ത്യകാലത്ത് അതിലേക്ക് നയിക്കുന്ന ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോണേ, വിശകലനം ചെയ്യുന്നത്.
നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ സ്ഥലവും അവരവിടെ ചെന്ന് ആക്രമിച്ച് കീഴടക്കുന്നു, യുദ്ധം ചെയ്യുന്നു, കൊല്ലുന്നു, കൊള്ളയടിക്കുന്നു. അവിടെ വല്ല ക്ഷേത്രമോ പള്ളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ച് വേഗം തന്നെ അവിടെ മോസ്ക് പണിയുന്നു. ഇതാണ് അവരുടെ ഒരു ട്രെൻഡ്. നിങ്ങൾക്ക് ചരിത്രം വായിച്ചാൽ അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇത്രയധികം കൊന്നൊടുക്കി കൊള്ളയടിച്ച ഒരു പ്രവാചകനെയും ലോകത്തില്ല, ഒരു മതത്തിലും ഇല്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടർമാനമായിട്ടാണ് നമ്മൾ സിറിയയിൽ കണ്ടു അല്ലേ, നൈജീരിയയിൽ കണ്ടു, എന്തിന് നമ്മുടെ ഇസ്രായേലിൽ കണ്ടു അല്ലേ. അപ്പോൾ ഇതൊക്കെ തീവ്രവാദി ആക്രമണത്തിലൂടെ നമ്മൾ അവിടെയൊക്കെ വളരെ മൃഗീയമായ അവസ്ഥയിലൂടെ കടന്നുപോയ ജനങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇസ്ലാം മതത്തിലുള്ള എല്ലാവരെയും ഒന്നടങ്കം ഞാൻ ആക്ഷേപിക്കുകയാണ്, അവരൊക്കെ തീവ്രവാദികളാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ജൂതനിൽ നിന്ന് കോപ്പിയടിച്ച് സാത്താൻ ഉണ്ടാക്കിയ ഒരു മതം, ആ പുസ്തകത്തിൻ്റെ കുഴപ്പമാണ്. ദൈവത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. തീവ്രവാദത്തിന് മതമില്ല എന്ന് സമാധാന മതക്കാരെ എപ്പോഴും പറയില്ലേ. പക്ഷേ ലോകത്തെവിടെയൊക്കെ കൂട്ടക്കൊലയുണ്ടോ, എവിടെയൊക്കെ ബോംബ് സ്ഫോടനമുണ്ടോ, എവിടെയൊക്കെ ബലാത്സംഗ കേസുണ്ടോ എന്ന് വേണ്ട മയക്കുമരുന്ന് എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മൾ പേര് നോക്കിയോ ആളെ നോക്കിയോ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഇസ്ലാമിക തീവ്രവാദികളോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം പേരോ ഒക്കെ ആയിരിക്കും, ഈ കൂട്ടരായിരിക്കും. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിമുകളാണ്, ഈ മതത്തിൽപ്പെട്ടവരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതെന്താണ് കാരണം? അപ്പം അത് ആ ഒരു 2 വാചകത്തിലുണ്ട് കാരണം. എന്തുകൊണ്ടാണ്? അതായത് സമാധാന മതക്കാർക്ക് സമാധാനം കിട്ടണമെങ്കിൽ എല്ലാവരെയും ഈ മതത്തിൽ ചേർത്തണം, ചേരാത്തവരെ കൊന്നുകളയണം. എല്ലാവരെയും കൊന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവരും ഈ മതത്തിൽ ചേർന്നാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. അതുകൊണ്ടാണ് അവരുടെ സമാധാന മതം എന്ന് വിളിക്കുന്നത്. തീവ്രവാദത്തിൻ്റെ ഒരു കാഠിന്യം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടുല്ലേ 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നമ്മൾ വളരെ കുറേ ഭാഗങ്ങൾ അവിടെ കണ്ടല്ലേ. മുല കുടിക്കുന്ന കുഞ്ഞിനെ വീക്കി കളഞ്ഞിട്ട് അമ്മയെ ബലാത്സംഗം ചെയ്ത് വെച്ച് കൊന്നു കളഞ്ഞത്, പിന്നെന്താ പറയുക, ഗർഭിണിയുടെ വയറ് തുറന്ന് അതിൽ നിന്ന് കുഞ്ഞിനെടുത്ത് ഓവനിലിട്ട് ചുട്ട് തിന്നത്, ജീവനോടെ കുഞ്ഞുങ്ങളൊക്കെ ഓവനിൽ വെച്ചത് എന്ന് വേണ്ട നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരുപാട് ക്രൂരതകൾ നമ്മൾ സിറിയയിലും നൈജീരിയയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് നേരെ സഭാധികാരികൾ അതൊന്നും കാണുന്നില്ല. അവർ ഗാസയിലെയും അതുപോലെ ഇറാനിലെയും ഒക്കെ പാവങ്ങളെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ ഇതുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യാനായിട്ട് ഈ സമാധാന മതക്കാർക്കേ പറ്റൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഗലാത്യ 1:8 പൗലോസ്ലീഹ നമുക്ക് ഒരു വാണിംഗ് തന്നിട്ടുണ്ട്. ഞങ്ങൾ അതായത് ശിഷ്യന്മാർ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന്, അല്ലേ? അങ്ങനെ ദൈവം നമുക്ക് അവരിലൂടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അതായത് ഒരു ദൂതൻ്റെ വേഷം കെട്ടി, ഒരു വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടി സാത്താൻ വരുമെന്ന് അന്നേ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ആ ദൂതനായിരുന്നു ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കള്ളപ്രവാചകന് ആയത്തിറക്കി കൊടുത്ത ജിബ്രിയേൽ എന്ന് പറയുന്ന ദൂതൻ. ഈ ജിബ്രിയേൽ ഇറക്കി കൊടുത്ത ആയത്തുകൾ യഥാർത്ഥ ദൈവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ പറഞ്ഞ് നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ യഥാർത്ഥ ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകളുടെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഖുറാനിൽ ജിബ്രിയേലിൻ്റെ ആയത്തുകൾ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:22 പറഞ്ഞത്, യഹോശുവ മിശിഹായെ നിഷേധിക്കുന്നവരാരോ അവനാണ് ആന്റി ക്രൈസ്റ്റ് എന്ന്. നമ്മുടെ 10 കൽപ്പന നമുക്ക് ഓരോന്നെടുത്ത് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഖുറാനിൽ കാണാൻ പറ്റും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആയത്തുകൾ. ഇതോടൊപ്പം തന്നെ ഇത് വേറൊരു വേർഷനായിട്ട് സഭയിൽ കൂടെ വരുന്നുണ്ട് സാത്താൻ. ഈ 10 കൽപ്പന തന്നെ യഥാർത്ഥ 10 കൽപ്പനയാണ് പുറപ്പാട് 20 ഉള്ള 10 കൽപ്പന. ആ 10 കൽപ്പന 2 തരത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഒന്നാമത്തെ കൽപ്പന എന്തെന്നാ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്നാണല്ലേ.
അപ്പോൾ ദൈവം ഏകനാണ് എന്ന് അർത്ഥം. പക്ഷേ അത് സഭയിലേക്ക് വരുമ്പോൾ ത്രിയേക ദൈവമാവാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് അതിലൂടെ സാത്താൻ കൊണ്ടുവരുന്നു. പക്ഷേ ഖുറാനിൽ ദൈവമേകൻ തന്നെ ഖുറാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവം ആരാണ്? അത് ഞാനാണെന്നാണ് സാത്താൻ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല സാത്താൻ. അപ്പോൾ ഒന്നാമത്തെ അങ്ങനെയാണ്. അത് മാത്രമല്ല, ഖുറാനിൽ 9:28 ഖുറാൻ 9:28 സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു, അവരായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, അവരെ പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലണം, ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അവര് വിഗ്രഹാരാധന വെറുക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ബഹുദൈവ വിശ്വാസികളെ ഞങ്ങൾ വെറുക്കുന്നു എന്നാണ്. അപ്പം അവർക്ക് വിഗ്രഹാരാധന പാടില്ല എന്നാണ്. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ശരിക്കുള്ള കൽപ്പന എന്തായിരുന്നു? വിഗ്രഹാരാധന പാടില്ല അല്ലേ. ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും ഒന്നുള്ള ഒരു രൂപത്തെ പ്രണമിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യരുതെന്നാണ് കർത്താവ് പുറപ്പാട് 20 പഠിപ്പിച്ചത്. വിഗ്രഹാരാധന പാടില്ല. ഇത് കത്തോലിക്ക സഭയിൽ ഇല്ല കേട്ടോ, അവർ മുക്കിയതാണത്. അത് അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയിൽ നിറയെ വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് സാത്താൻ അവിടെ കളിച്ചത്. എന്നാൽ സൂത്രത്തിലാണ് ഖുറാനിലൂടെ ഈ തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതെങ്ങനെയാണ്? അവര് മക്കയിലെ കല്ല് തൊട്ട് മുത്താൻ വേണ്ടി പോകൂലേ, ആ മക്കയിലെ കല്ല് നമ്മൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ വിഗ്രഹങ്ങൾ നിറഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മക്കയിലെ കല്ല്. അവർ ഉംറ ചെയ്യുന്നത്, അതായത് അടി വസ്ത്രമൊന്നും ഇടാതെ മേൽമുണ്ട് മാത്രം ചുറ്റിയിട്ട് അവരതിനെ ചുറ്റുന്ന ഉംറ ചെയ്യാന്ന് പറയും. അപ്പോൾ ആ മക്കയിലെ ആ കല്ല്, അപ്പോൾ ബഹുദൈവ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് കുറ്റം പറഞ്ഞ അവരെ കൊണ്ട് സാത്താൻ ചെയ്യിപ്പിക്കുന്നതാണ് ഈ സംഭവം. അപ്പോൾ അവർ ആ വിഗ്രഹാരാധകരാവുകയാണ് ചെയ്യുന്നത്. സാത്താൻ്റെ 2 വേർഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ കൽപ്പനയിലേക്ക് വരികയാണെങ്കിൽ കർത്താവിൻ്റെ നാമം വൃദ്ധ പ്രയോഗിക്കരുതെന്നാണ് അല്ലേ. അത് സഭയിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴെപ്പോഴും നമ്മൾ ശരിക്കുള്ള യേശുവായ ഹോശമശി എന്നുള്ള പേരൊന്നും അവർക്ക് കിട്ടില്ല. ഒരു യേശു ക്രിസ്തു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ, മെസ്സിഹ എന്നൊക്കെയാണ്. അപ്പോൾ ആ പേരാണെങ്കിൽ കൂടി അവരെപ്പോഴും അതെടുത്ത് ഉപയോഗിക്കും അല്ലേ. കുപ്പിയിലെ ഭൂതന്മാരി എല്ലായ്പ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ പേര് തെറ്റായത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ. ഇനി ഖുറാനിൽ വരികയാണെങ്കിൽ തല്ലാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ടാണ് കഴുത്തിറക്കണേ. അങ്ങനെയാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഖുറാനിൽ എന്തിനെ കഴുത്തിറക്കുകയാണെങ്കിലും ഇങ്ങനെ പറയണം, തല്ലാഹു കുക്കുംബർ എന്ന് പറയണം. തല്ലാഹു കുക്കുംബർ എന്ന് ഞങ്ങൾ കളിയാക്കി പറയുന്നതാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. അപ്പം അത് പറയണം. കലീമ അതാണ് തോന്നുന്നു, കലീമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയണത്. അപ്പം അത് പറയണം എന്നാണ് അവർ ഖുറാനിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ബൈബിളിൽ ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 16:2 നിങ്ങളെ കൊല്ലുന്നവർ അവരുടെ ദേവന് ബലിയർപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. അത് സെയിം അല്ലേ ഈ സംഭവം ഇന്ന് നടക്കുന്നത്? മനസ്സിലായോ? ഇനി നാലാമത്തെ കൽപ്പന നമുക്കറിയാം. പുറപ്പാട് 20 7-ാം ദിവസം ശബത്ത് ആചരിക്കണം എന്നാണ്. അത് ശനിയാഴ്ചയാണെന്ന് നമുക്കറിയാം. പക്ഷെ സഭയിൽ വരുമ്പോൾ സാധാരണ പഠിപ്പിക്കുന്നത് സൺഡേ, അവൻ്റെ ദിവസം സൺഡേ ആയതുകൊണ്ട് അന്നാണ് ശബത്ത് എന്ന് പറഞ്ഞിട്ട് അവർ തെറ്റി പഠിപ്പിക്കുകയാണ്. ഖുറാനിലാണെങ്കിൽ അവൻ എന്ത് ചെയ്തു? ഒരു ദിവസം മുൻപേക്ക് എടുത്തു. വെള്ളിയാഴ്ച 6-ാം ദിവസം, അതാണ് അവൻ്റെ ശബത്ത് ദിവസം. മനസ്സിലായി? അപ്പോൾ ആ സാത്താൻ്റെ സ്വഭാവമാണ് ഞാൻ കാണിച്ചത്. ദൈവത്തിനേക്കാൾ മുൻപിലെത്തണമെന്നുള്ള അവൻ്റെ ചിന്ത ഖുറാനിലൂടെ ആയാലും സഭയിലൂടെ ആയാലും അവൻ വരുന്ന 2 വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ 5-ാമത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതാണ് നമ്മുടെ കൽപ്പന. ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ബഹുമാനിക്കണം എന്നൊക്കെയാണ് വെക്കുന്നില്ലെങ്കിലും ബഹുമാനിക്കുന്നൊന്നും ഇല്ലെങ്കിലും അതെന്തെങ്കിലും ആവട്ടെ. ഖുറാനിൽ പിന്നെ മാതാവെന്നോ പിതാവെന്നോ എന്താ പറയുക, അങ്ങനെ ഒരു ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. സ്ത്രീ എന്ന് പറയുന്നത് ഒരു കൃഷിയിടമാണ്. അവളെ ആർക്ക് വേണമെങ്കിലും ഭോഗിക്കാം. അമ്മയായാലും സഹോദരിയായാലും അതുപോലെ തന്നെ പിതാവിന് മകളെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. അങ്ങനെയുള്ള വൃത്തികെട്ട കുറേ കാര്യങ്ങൾ ആണ് ഖുറാനിൽ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതിൽ ഈ ഒരു മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള ഇതിന് നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ ഒരു ബന്ധങ്ങൾക്ക് പോലും ഖുറാനിൽ വിലയില്ല. പിന്നെയാണ് കൊല്ലരുത് എന്നുള്ളത്, 6-ാമത്തെ നമ്മുടെ കൽപ്പന അല്ലേ. അതും സഭയിൽ കൊല്ലരുത്, അത്ര തന്നെ.
അത് സഭ നോക്കുകയാണെങ്കിൽ മാനസികമായിട്ട് ഒക്കെ കൊല്ലുന്ന ഇതാണ്, പോട്ടെ. അപ്പോൾ ഖുറാനിൽ നോക്കുകയാണെങ്കിൽ തല്ലാഹുവിന് വേണ്ടി കൊല്ലണം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഖുറാൻ 8:39 മതം മുഴുവൻ തല്ലാഹുവിന് ആക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊല്ലാം എന്ന് എഴുതി വെച്ചേക്കാം. ഖുറാൻ 9:5 ബഹുദൈവ വിശ്വാസികളെ പതിയിരുന്ന് പിടികൂടി കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ 7 വ്യഭിചാരം. അത് നമുക്കറിയാലേ, അവർ പറയുന്നത് തന്നെ സ്ത്രീ ഒരു കൃഷിയിടമാണ്, ഭോഗവസ്തുവാണ്, ദുശകുനമാണ് എന്നൊക്കെയാണ് ഈ ഖുറാനിൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മൂലകൂടി സഹോദരങ്ങളെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ വൃത്തികെട്ട കുറേ കാര്യങ്ങളാണ് ഖുറാനിലുള്ളത്. 8ാമത്തെ കൽപ്പന മോഷ്ടിക്കരുത് എന്ന് നമ്മൾ ദൈവം പഠിപ്പിച്ചപ്പോൾ ഖുറാനിൽ എഴുതിയേക്കണാണ് തല്ലാഹുവിന് വേണ്ടി മോഷ്ടിക്കാം, പക്ഷെ 5-ൽ 1 തല്ലാഹുവിന് കൊടുക്കണം എന്നാണ് ഖുറാനിൽ എഴുതി വെച്ചേക്കണേ. പിന്നെ 9ാമത്തെ കള്ള സാക്ഷ്യം പറയരുത്, പക്ഷെ ഖുറാനിൽ നുണ പറയാം, തക്കിയ എന്ന് എഴുതിയേക്കണം, തക്കിയ പറയാം. അത് സൂറ 9 നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ തക്കിയ പറയാം എന്നുള്ള അർത്ഥമാണ്. ഖുറാൻ മൊത്തം നുണയാണല്ലോ, അപ്പോൾ പിന്നെ നുണ പറയാലോ. അങ്ങനെ 10ാമത്തെ കൽപ്പന നമുക്കറിയാം, അന്യൻ്റെ ഭാര്യയെയോ അന്യൻ്റെ വസ്തുക്കളെയോ മോഹിക്കരുതെന്നാണ്. അപ്പോൾ ഖുറാനിൽ പക്ഷേ പറഞ്ഞേക്കണത് അന്യനെ കൊന്ന് അന്യൻ്റെ ഭാര്യയെയോ മക്കളെ സ്വന്തമാക്കിക്കോ എന്നാണ് പറഞ്ഞേക്കുന്നത്. വളരെ ഡീസൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ദൈവിക നിയമങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് എതിരായിട്ടുള്ള ഖുറാനിലെ കുറേ നിയമങ്ങൾ. അപ്പോൾ അത് സാത്താൻ്റെ പുസ്തകമാണ് എന്നതിന് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇതും ആൻറ്റി ക്രൈസ്റ്റിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായമാകും. ഇനി തീവ്രവാദികളെക്കുറിച്ച്, അവർക്ക് അന്ത്യകാലത്ത് ഉള്ള പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ എന്ന് പറയാണ്. ഈ ദുഷ്ടാത്മ സേനകളാണ് ഈ ഇസ്ലാം തീവ്രവാദം. വീണ്ടും പറയുന്നു, ദാനിയേൽ 8:11 മുതൽ അങ്ങോട്ട് പറയണം, ഒരു സൈന്യം അത് നിരന്തര ഹോമയാഗം, അതായത് അവിടുത്തെ വിശുദ്ധ മന്ദിരം ഇടിച്ച് തകർക്കുകയും ഇടിച്ച് കളയുകയും നിരന്തര ഹോമയാഗത്തിന് എതിരായിട്ട് ഒരു സേവ നിയമിക്കപ്പെടുകയും ചെയ്യും. അത് സത്യത്തെ തള്ളിയിട്ട് കാര്യം നടത്തി സാധിപ്പിക്കുമെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അവിടെയും എഴുതിയേക്കുന്ന ആ ഒരു സേന, നിരന്തര ഹോമയാഗത്തിന് എതിരായിട്ടുള്ള ഒരു സേവ, അതാണ് ഈ തീവ്രവാദം. ഇനി ദാനിയേൽ 11:31 സാത്താൻ അയച്ച സൈനികൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാകുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെറുസലേം ദേവാലയത്തിൽ. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ, അതാണ് ഈ തീവ്രവാദികൾ. മനസ്സിലായ? ഉപായം കൊണ്ട് വഷളാക്കും. ഉപായം എന്താണ്? അവൻ്റെ സൂത്രമല്ലേ, അവൻ്റെ സൂത്രം. അതായത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഹൂറികളെ കിട്ടും, മദ്യപ്പുഴ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തല്ലാഹുവിന് വേണ്ടി കൊന്നോ എന്ന് പറയുന്ന ആ സൂത്രം, ആ സൂത്രം ചെയ്തിട്ട് ദുഷ്ടം പ്രവർത്തിക്കുന്നവരെ വഷളാക്കി വിടുന്നു. അപ്പോൾ അതാണ് തീവ്രവാദികൾ. അപ്പോൾ ഇവിടെയെല്ലാം പറയുന്നത് ഈ അന്ത്യകാലത്ത് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ്. അവസാനം നമുക്കറിയാം ഈ ഇലുമിനാലിറ്റീസും ദുഷ്ടാത്മസേനകളും എല്ലാം ഒന്നായിട്ട് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കും തല്ലാഹുവിന് വേണ്ടിയിട്ട്. അതാണ് വെളിപാട് 11:2 അവിടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും കൂടി വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടി മെതിക്കും. എന്നിട്ടാണ് നമ്മുടെ ആപ വരുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യക്ക് അതിൽ മുൻപേ തന്നെ അവർ കീഴടക്കും. ആ കാലമൊന്നും വിദൂരമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിന് വഴി തെളിയിക്കുന്ന ഒരു ഭരണമാണ് UDFൻ്റെ എന്നാണ്. കാര്യത്തിൽ വരുമ്പോൾ LDFും UDFും എല്ലാം ഒന്നിക്കും. അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും പേടിത്തൊണ്ടന്മാരാ. ഇസ്ലാം തീവ്രവാദികൾക്ക് ആകെ പേടി ഈ BJPക്കാരെ മാത്രമേ ഉള്ളൂ.
അവരെ എതിർക്കാനായിട്ട് BJPക്കാർക്കേ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ബംഗാളിൽ കണ്ടല്ലേ ഈ നമ്മുടെ ഇലക്ഷന് ശേഷം കൂട്ടപാലായനം. അപ്പം അതെന്തുകൊണ്ടാ? പേടിച്ചിട്ട്. അപ്പം മാത്രമല്ല അവിടെ തന്നെ പിന്നെ ഡബിൾ കളി കണ്ടു അല്ലേ. അതായത് ഈ BJPക്കാരുടെ വേഷമിട്ട് അവിടെയൊക്കെ അടിച്ച് തകർത്തുകൊണ്ട് അവിടെ നമ്മൾ കണ്ടു. അതും ഇസ്ലാമിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സൂത്രങ്ങളാണ് അതൊക്കെ. നമ്മൾ മണിപ്പൂരിലൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ BJPക്കാർ ഭരണം കിട്ടിയപ്പോൾ അവരടിച്ച് തകർക്കുന്നു എന്നായിരിക്കും. വേഷം അവരുടെ ആണെങ്കിലും ചെയ്യുന്നത് വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അല്പസമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം തിരിച്ചറിയാം. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അല്ലേ. നമ്മുടെ ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമായിരുന്നു, അത് നമുക്ക് എല്ലാവരും അറിയാം. അതിഥികളായി വന്നവരാണ് ഈ മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ. ക്രിസ്ത്യാനികൾ നോക്കുകയാണെങ്കിൽ മതം മാറ്റിക്കൽ, മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു മറവിൽ മതം മാറ്റിക്കുന്ന കുറേ പേര്, പാസ്റ്റർമാർ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത. ദൈവം ഒരിക്കലും മതം മാറ്റിക്കാൻ പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ പെന്തക്കോസ്ത പോലെയുള്ള ചില സഭകൾ മതം മാറ്റിച്ച് മിഷണറി പ്രവർത്തനം നടത്തേണ്ട മറവിൽ അവർ ഇരട്ടി നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മുസ്ലിം അധിനിവേശക്കാർ, അവരറിയാം എവിടെ ചെന്നാലും അവരവിടെ ചെന്നാൽ അത് പിന്നെ അവരുടെ രാജ്യമാണ്, അവരുടെ രാജ്യമാക്കി തീർക്കും. അപ്പോൾ ഇങ്ങനെ അവർ ഇന്ത്യ നശിപ്പിച്ചപ്പോൾ ഈ BJPക്കാർ എന്ത് ചെയ്യണം നിങ്ങൾ പറയേ. അപ്പോൾ തെറ്റു ചെയ്യുന്നവർ അവരെ ഭയക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പബ്ലിക്കായിട്ടിരുന്ന് പറയണ കേട്ടു, കലീമ ചൊല്ലിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരെയും കൊല്ലുന്നു, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും. നമ്മൾ കണ്ടല്ലേ പഹൽഗാമിൽ മുണ്ട് പൊക്കി നോക്കി വെടിവെച്ചതും അവരെ കൊണ്ട് കലീമ ചൊല്ലിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഒന്ന് നേരിടണമെങ്കിൽ പാസ്റ്റർമാരും അവരെ ഭയക്കുന്നവർ തന്നെയാണ്. അതെന്തുകൊണ്ടാ? പാസ്റ്റർമാർ BJPക്കാർ എന്തുകൊണ്ടാണ് ഭയക്കണേ? മതം മാറ്റിക്കൽ നടക്കില്ല. അതുകൊണ്ട് കത്തോലിക്കർക്ക് എന്താ പ്രശ്നം? BJP വന്നാൽ നമ്മളെ കൊന്നു കളയുമെന്നും പറഞ്ഞ് ഇടയലേഖനം ഇറക്കുന്നതും വോട്ട് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭ ഉണ്ടാക്കിയ അനധികൃതമായ സ്വത്തുവകകൾ, വിദ്യാഭ്യാസത്തിൻ്റെ മറവിലുണ്ടാക്കുന്ന കള്ളലാഭങ്ങൾ എല്ലാം BJPക്കാർ വന്നാൽ പുറത്തു വരുന്നവർക്കറിയാം. അപ്പോൾ ഞാനൊരു പാർട്ടിയിലുള്ള ആളല്ല കേട്ടോ, ഞാൻ BJP ആണ് തെറ്റിദ്ധരിക്കേണ്ട. ഒരു പാർട്ടിയിലും ഞാനില്ല. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ പ്രതിരോധിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും ഞാൻ. പേടിച്ച് നിൽക്കാനായിട്ട് ഞങ്ങളെ കിട്ടില്ല. യഥാർത്ഥ ജീവനുള്ള അപ്പൻ്റെ മക്കളാണ് ഞങ്ങൾ, അല്ലാണ്ട് പ്രതിമയുടെ മക്കളല്ല. പ്രതിമയുടെ കാണാനും കേൾക്കാനും പറ്റാത്ത പ്രതിമയുടെ മക്കൾ അവരുടെ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായ മാത്രം പോരാ, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ UDF LDFും ആരായാലും ഒക്കെ ഒരു വഴിക്ക് തന്നെ പോകും. അവർക്കൊക്കെ പേടിയാ. അവരെ ഈ എന്താ പറയുക, ഇസ്ലാം തീവ്രവാദത്തെ എതിർക്കാൻ BJPക്കേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ BJPയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ഖുർആൻ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മുതൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു മാനസിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ചുറ്റുമായിരിക്കുന്ന സാധാരണ മനുഷ്യർ എന്ന് കരുതുന്ന മിക്കവരുടെയും ഉള്ളിലിരിപ്പും ഇതൊക്കെ തന്നെയാണ്. പുറമേ മതേതരത്വം, സഹിഷ്ണുത, സ്നേഹം, സഹോദര്യം. പക്ഷേ സമയമാകുമ്പോൾ അവർ ആയുധം എടുക്കും, തീർച്ചയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അറിയാലോ നിങ്ങൾക്ക് അല്ലേ, പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതം മാത്രമാണ് ശരി എന്ന് സമൂഹത്തിന് നേരെ പരസ്യമായിട്ട് മുസ്ലിം ലീഗ് വിളിച്ചു പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കോൺഗ്രസും വോട്ടിന് വേണ്ടി അതിന് കൂട്ടുനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർന്ന് കേരളം കുളം തോണ്ടുന്ന സമയങ്ങളൊന്നും വിദൂരമല്ല. നമുക്ക് കാണാമല്ലേ, നമ്മൾ കാത്തിരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അടിമകളും ആരാണെന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കി സമൂഹത്തിൽ ജീവിച്ചിരിക്കുവാനുള്ള, ബുദ്ധിമാനായിട്ട് ജീവിച്ചിരിക്കാനുള്ള ഒരു വിവേകം നിങ്ങൾ കാണിക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്നെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് ടെററിസ്റ്റ്, തീവ്രവാദികൾ എന്താണ് ഹീബ്രുവിൽ പറയാന്നാണ്. മെഗബേൽ എന്നാ പറയുക, MECHABEL. തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ മെഗബ്ലീം എന്നാവും. അതായത് അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ വചനത്തിൽ പറയണം, നാശം വരുത്തുന്നവർ.
അങ്ങനെയാണ് മെഗബേൽ, മെഗബ്ലീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും തോതാറപ്പ. എന്നെ ഇതിനായിട്ട് ധൈര്യപ്പെടുത്തി അനുവദിച്ച എൻ്റെ ആവശ്യക്ക് തോതാ. ശബ്ബാത്ത് ശലോം.